കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനിലെ സൈന്യവും ഇന്റർ സർവീസ് ഇന്റലിജൻസും ഒപ്പം അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുമാണ് എന്ന് ഏതാണ്ട് വ്യക്തമായിരിക്കുന്നു. ഒപ്പം ലഷ്കർ എ തോയ്ബയുടെ കൃത്യമായ പങ്കാളിത്തവും ഉണ്ടായിരുന്നു. ഇതേക്കുറിച്ച് നടത്തിയ അന്വേഷണം നടത്തിയ സംഘം നമ്മുടെ സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൻ്റെ ചില ഭാഗങ്ങളാണ് പുറത്തു വന്നത്. എന്ന് പറഞ്ഞാൽ പഹൽഗാം ആക്രമണത്തിൻ്റെ സൂത്രധാരൻ എന്ന് പറയുന്നത് പാകിസ്ഥാൻ സൈന്യവും ഒപ്പം അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവുമാണ്. അവർ കൃത്യമായി അറിഞ്ഞുകൊണ്ട് ഒരു പദ്ധതി നടപ്പാക്കുന്നു. അതായത് ഇന്ത്യയിൽ 26/11 മുംബൈ ആക്രമണം നടത്തിയതിന് സമാനമായ രീതിയിൽ ഒരു ആക്രമണം നടത്തണം. ഇതിൻ്റെ ചുമതല ഭീകര സംഘടനയായ ലഷ്കർ എ തോയ്ബയെ ഏൽപ്പിക്കുന്നു. ഇതിൻ്റെ സൂത്രധാരണം നടത്തുന്നത് ഇന്റർ സർവീസ് ഇന്റലിജൻസ് എന്ന് പറയുന്ന അവരുടെ ചാര സംഘടന. ഇതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതായത് സാജിദ് ജൂഡിനെയാണ് ഇക്കാര്യങ്ങളുടെ ഏകോപനത്തിന് വേണ്ടിയിട്ട് പാക് ഭരണകൂടം നിയോഗിച്ചത്. അപ്പം ലഷ്കർ ഇ തോയ്ബയും ISIയും ചേർന്ന് കൃത്യമായി നടപ്പാക്കിയ ഒരു പദ്ധതിയായിരുന്നു പഹൽഗാം ആക്രമണം. ഇതിൽ പാക് ഭരണകൂടം മുന്നോട്ട് വെച്ചത് ഒരു കാരണവശാലും പാകിസ്ഥാൻകാരല്ലാത്ത ആരെയും ഈ ഓപ്പറേഷനിൽ പങ്കെടുപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ ഈ ആക്രമണ പ്രവർത്തനങ്ങളിൽ മുഴുവൻ പാകിസ്ഥാനിൽ ജനിച്ച ആളുകൾ മാത്രം മതി എന്ന നിലപാടെടുത്തു. ഇതിന് മറ്റൊരു കാരണമാണ് അവർ പറയുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയുടെ വിശദാംശങ്ങൾ ചോർന്നു പോയാൽ അത് പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെയോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ആർമിയുടെയോ പങ്കാളിത്തത്തോടെ നടപ്പാക്കിയതാണെന്ന് അറിയാൻ പാടില്ല. ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ ഒരു ചെറിയ വിവരം പോലും ചോർന്നു പോകാൻ പാടില്ല. അപ്പോൾ വിവരച്ചോർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കശ്മീരിലെ ഭീകരവാദികളെ പോലും ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് സാജിദ് ജൂട്ടിന് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല പാകിസ്ഥാനിലെ ഈ സാജിദ് ജൂട്ട് എന്ന് പറയുന്നത് തന്നെ പാകിസ്ഥാനിലെ കമാൻഡറാണ്. എന്തായാലും ഈ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൻ്റെ രഹസ്യാത്മകത നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പദ്ധതി ആസൂത്രണം ചെയ്തതെന്ന് റിപ്പോർട്ടിൽ കൃത്യമായി വിവരിക്കുന്നുണ്ട്. ഇനി പാകിസ്ഥാൻ്റെ മുൻ സ്പെഷ്യൽ കമാൻഡോ ആയ സുലൈമാനെയാണ് ഈ ആക്രമണത്തിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നത്. ആ സുലൈമാനോടും സാജിദ് ജൂട്ട് പറയുന്നുണ്ട്, ഒരു കാരണവശാലും പാകിസ്ഥാൻകാരല്ലാത്തവരെ ആക്രമണത്തിൽ പങ്കെടുപ്പിക്കരുത്. അങ്ങനെയാണ് ഈ സുലൈമാൻ്റെ കൂടെ പാകിസ്ഥാൻകാരായ 2 ഭീകരർ കൂടി തോക്കുമേന്തി വന്നത്. അപ്പോൾ ഇവരുടെ ലക്ഷ്യം ഈ പറയുന്ന പഹൽഗാം മേഖലയുള്ള പാർക്കിലാണ് ആക്രമണം നടത്തുന്നതെങ്കിൽ മുംബൈ മോഡലിൽ ഏതെങ്കിലും 100ഓളം പേരെ വെടിവെച്ച് കൊല്ലുക, വലിയൊരു ആഘാതം ഏൽപ്പിക്കുക, ഇതായിരുന്നു ലക്ഷ്യം. പക്ഷേ ഇവർ വിചാരിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയില്ലെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും സുലൈമാനെ ഇത് ഏൽപ്പിക്കുന്നത് ഏതാണ്ട് 2-3 വർഷങ്ങൾക്ക് മുമ്പാണ്. അങ്ങനെ 2022 ജമ്മു കാശ്മീർ മേഖലയിലേക്ക് ഈ സുലൈമാൻ കടന്നു കയറാൻ തയ്യാറെടുക്കുന്നു. അതിനു മുമ്പായി ഇയാളെ ലഷ്കർ എ തോയ്ബയുടെ ഒരു ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. കാരണം അവിടെ വെച്ചാണ് സുലൈമാന് പരിശീലനം നൽകുന്നത്. പഞ്ചാബ് പ്രവിശ്യയിലുള്ള മുരിദ്കയിലെ LET ക്യാമ്പിൽ വെച്ച് പരിശീലനം കൊടുക്കുന്നു. ഇതിനുശേഷം ഇയാൾ ജമ്മു കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറുന്നു. അതിനുശേഷമാണ് 2023 പൂഞ്ചിൽ നമ്മുടെ ആർമിയുടെ ട്രക്കിന് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ഇതിൻ്റെ സൂത്രധാരൻ ഈ സുലൈമാന. അപ്പം LET നൽകിയ പരിശീലനം കൃത്യമായി ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് സുലൈമാൻ തൻ്റെ കൂറ് തെളിയിച്ചു. അന്ന് 5 പേർ കൊല്ലപ്പെട്ടതിന് ശേഷം ഈ സുലൈമാൻ മിസ്സിംഗ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ലഷ്കർ എ തോയ്ബ കൃത്യമായി ഇയാളെ മാറ്റി എവിടെയോ ഒളിപ്പിച്ചു, അല്ലെങ്കിൽ വേണ്ട പരിശീലനങ്ങളൊക്കെ നൽകി മാറ്റി നിർത്തിയിരുന്നു. 2025 ആയപ്പോൾ പഹൽഗാം ആക്രമണത്തിൻ്റെ ചുമതലയും ഇയാൾക്ക് നൽകി. കൂടെ പാകിസ്ഥാൻകാരായ 2 ഭീകരവാദികളെയും വിട്ടു നൽകിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ആക്രമണത്തിൻ്റെ പദ്ധതി മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ മറ്റു ഭീകരവാദികളുടെ വിവരങ്ങൾ ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയിട്ടില്ല. ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എന്നതുകൊണ്ട് ഒളിച്ചു വെക്കുന്നതായിരിക്കാം. പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് സാജിദ് ജൂട്ടിനും അതുപോലെ തന്നെ സുലൈമാനും ഈ പഹൽഗാം ആക്രമണത്തിൽ കൃത്യമായ പങ്കുണ്ട്. സുലൈമാനൊപ്പം ഉണ്ടായിരുന്ന 2 പാകിസ്ഥാൻകാരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. എന്നാൽ ഹാഷിം മൂസ, അലിബായ് എന്നിവർക്ക് ഈ ഭീകരാക്രമണവുമായി ബന്ധമുണ്ട്, ഇവർ പാക് ഭീകരരാണ് എന്ന രീതിയിൽ NIAയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സൂചിപ്പിച്ചിരുന്നു. ഇവർ അതിനോട് സമ്മതിക്കുന്നുണ്ടെങ്കിലും പുതിയ റിപ്പോർട്ടിൽ ഇവരെ പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്തുന്നില്ല, സുലൈമാനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തവരെ കുറിച്ച് നോക്കി. അങ്ങനെയാണ് കശ്മീർ തീവ്രവാദിയായ ആദിൽ ഹസൻ ഈ ആക്രമണത്തിന് എല്ലാവിധ പിന്തുണയും നൽകി. അപ്പോൾ ഇയാൾ അവിടെയുള്ള പരിസരങ്ങളൊക്കെ വീക്ഷിക്കുന്നു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് ആദിൽ ഹസനാണെന്നും റിപ്പോർട്ടിലുണ്ട്. പിന്നീട് ഈ ഭീകര
ഭീകരപ്രവർത്തകർക്ക് അല്ലെ തീവ്രവാദികൾക്ക് ഒളിച്ചു താമസിക്കാൻ സ്ഥലം വേണം, അവർക്ക് ഭക്ഷണം കഴിക്കണം, ലോജിസ്റ്റിക്കിൻ്റെ പ്രാദേശികമായ സഹായം വേണം. അതിനു വേണ്ടിയിട്ടാണ് പർവേസ് അഹമ്മദ് ജോദറിൻ്റെയും ബഷീർ അഹമ്മദ് ജോദറിൻ്റെയും സഹായം തേടിയത്. ഇരുവരെയും പിന്നീട് NIA പിടികൂടി. അതായത് പർവേസ് അഹമ്മദ് ജോദറിനെ ബെഡ്കോട്ടയിൽ നിന്നും ഹിൽ പാർക്കിൽ നിന്ന് ബഷീർ അഹമ്മദ് ജോദറിനെയും പിടികൂടുകയായിരുന്നു. ഇരുവർക്കും ഈ ഭീകരാക്രമണത്തെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടായിരുന്നു. പക്ഷേ ഇവരിതെല്ലാം മറച്ചു വെച്ചു. കാരണം ഈ ഭീകരവാദികൾ ഈ ചെയ്യുന്ന സഹായത്തിന് കൃത്യമായിട്ട് പണം നൽകി. അപ്പോൾ പണം പറ്റിയതിൻ്റെ കൂറ് ഇവർ വെച്ചു പുലർത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ആക്രമണം ആസൂത്രണം ചെയ്തതോടുകൂടി ജമ്മു കാശ്മീരിൽ തീവ്രമായി പ്രവർത്തിക്കുന്ന വിദേശ ലഷ്കർ-ഇ-തോയ്ബയുടെ പ്രവർത്തകരെ കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു. കാരണം വിദേശ LET പ്രവർത്തകരായതുകൊണ്ട് തന്നെ അത്തരം വിവരങ്ങൾ ചോർന്നു പോകില്ല, രഹസ്യാത്മകത നഷ്ടപ്പെടില്ല എന്ന് പാക് ഭരണകൂടം തീരുമാനിക്കുന്നു. അപ്പോൾ കൃത്യമായ വിവരങ്ങൾ ഇന്റർ സർവീസ് ഇന്റലിജൻസ് എന്ന് പറയുന്ന ചാരസംഘടന ഏകോപിപ്പിക്കുന്നു. അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം അതിനു വേണ്ട എല്ലാ വഴിയും ഒരുക്കുന്നു. പാകിസ്ഥാനിലെ പട്ടാള നേതൃത്വത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ചില ആളുകളുമായിട്ട് കൃത്യമായി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. പിന്നീട് ഓപ്പറേഷൻ്റെ ചുമതല മാത്രമേ ലഷ്കർ-ഇ-തോയ്ബയ്ക്കുള്ളൂ. അതാണ് ഇവിടെ പഹൽഗാമിൽ നടപ്പാക്കിയത്. പക്ഷേ പിന്നീട് ഇതിൻ്റെ അന്വേഷണം വികസിക്കുമ്പോൾ അത് ലഷ്കർ-ഇ-തോയ്ബയിലേക്കും പാകിസ്ഥാനിലേക്കും വിരൽ ചൂണ്ടും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടി LETയുടെ സഹസംഘടന എന്ന രീതിയിൽ കരുതപ്പെടുന്ന ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ പതുക്കെ കളത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് പഹൽഗാം ആക്രമണം ഉണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ അതിൻ്റെ ഉത്തരവാദിത്വം തങ്ങൾക്കാണെന്ന് പറഞ്ഞ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. അപ്പോൾ അന്വേഷണം വരുമ്പോഴും റെസിസ്റ്റൻസ് ഫ്രണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ലഷ്കർ-ഇ-തോയ്ബയായിരുന്നെന്നും ISI ആണ് ഇതിൻ്റെ ഗൂഢാലോചന നടത്തിയതെന്നും ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന സംഘത്തിന് കൃത്യമായ തെളിവുകൾ ലഭിച്ചു. അതുകൊണ്ടാണ് സാജിദ് ജോട്ടിനും സുലൈമാനുമുള്ള പങ്ക് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ഹാഷിം മൂസയും അലിബായിയെയും സംശയത്തിൻ്റെ മുന്നിൽ നിർത്തുകയും അതിൽ ആദിൽ ഹസൈന് പങ്കുണ്ടെന്ന് പറയുകയും ചെയ്യുമ്പോൾ ഇവരുമായിട്ട് കണക്ട് ചെയ്ത നെറ്റ്വർക്കുകൾ ഇനിയും പുറത്തേക്ക് വരാനുണ്ട്. കാരണം ഈ ആക്രമണം നടത്തിയ സുലൈമാനെയും മറ്റ് 2 പാകിസ്ഥാൻകാരെയും ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ LET ഒരു മുന്നണിയായിട്ട് നിൽക്കുന്ന അല്ലെ LETയുടെ മുന്നണിയായി നിൽക്കുന്ന റെസിസ്റ്റൻസ് ഫ്രണ്ട്സിനെ മുന്നോട്ട് നിർത്തിക്കൊണ്ട് ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം അവരുടെ തലയിൽ കെട്ടിവെക്കും. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനിലെ ഭരണ നേതൃത്വത്തിന് ഇതിൽ പങ്കാളിത്തമില്ലെന്നാകും. അങ്ങനെയാണെങ്കിൽ സൈനിക നേതൃത്വത്തിന് ഇതിന് യാതൊരു ഇൻവോൾവ് ഇല്ലെന്നാകും. പക്ഷേ ഈ അന്വേഷണ റിപ്പോർട്ടിൽ കൃത്യമായി വിവരിച്ചിരിക്കുന്ന ഒരു കാര്യം, പർവേസിനും അതുപോലെ തന്നെ ബഷീറിനും ഈ 3 തോക്കുധാരികളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. പ്രാദേശികമായ സഹായം ചെയ്തു കൊടുത്തിരുന്നു, ആഹാരം കൃത്യമായ സമയത്ത് എത്തിച്ചു കൊടുക്കുന്നു, അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കിയതിന് പുറമെ ലോജിസ്റ്റിക്കിന് പ്രാദേശികമായ എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുത്തു. ഇതിന് പകരമായിട്ട് പണം മേടിച്ചുകൊണ്ട് മാത്രമാണ് ഇവർ മിണ്ടാതിരുന്നത്. അതിനുശേഷമാണ് മെയ് 7 നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയത്. അപ്പോൾ അന്ന് തന്നെ NIA ഉൾപ്പെടെ നടത്തിയ അന്വേഷണത്തിൽ ഈ പാക് ആർമിയുടെയും ISIയുടെയും ലഷ്കർ-ഇ-തോയ്ബയുടെയും പങ്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലഷ്കർ-ഇ-തോയ്ബയുടെ ട്രെയിനിങ് അല്ലെങ്കിൽ പരിശീലന കേന്ദ്രങ്ങളെ തകർത്തത്. ഒപ്പം ISIയുടെ ഇൻവോൾവ്മെൻറ്റ് പുറത്തു വന്നതിനാലാണ് നമ്മൾ പാകിസ്ഥാൻ ആർമിയുടെ എയർബേസിൻ്റെ ക്യാമ്പുകൾ തകർത്തത്, അല്ലെ അവരുടെ പട്ടാള ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തിയത്. അപ്പോൾ നമ്മൾ നടത്തിയ ആക്രമണം വളരെ കൃത്യവും ശക്തവുമായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ഇത്തരത്തിലുള്ള ആക്രമണത്തിലൂടെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പഹൽഗാമിന് ഒരു മറുപടി കൊടുത്തത്. എന്തായാലും ഇതിൽ പാകിസ്ഥാൻ ആർമിയുടെയും സൈനിക നേതൃത്വത്തിൻ്റെയും പങ്കുണ്ടെന്ന് വെളിവാക്കുന്ന അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.